ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10 മണി ചെടികളെക്കുറിച്ചാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ 10 മണി ചെടി എന്ന് പറയുന്നത്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. അത് എന്നും പൂക്കളായിരിക്കും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പൂക്കളില്ലാത്ത സമയമേ ഇല്ല. ഓൾ സീസൺ നമുക്ക് പൂക്കൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലിട്ട് വെക്കാം, അല്ലെങ്കിൽ നിലത്ത് മണ്ണിൽ നട്ട് വെക്കാം. ഇതേപോലെ നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അന്നേരം ഇതെങ്ങനെയാണ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ ഇതിൻ്റെ ബെസ്റ്റ് ഫെർട്ടിലൈസർ, എന്നും പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളും എല്ലാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയുടെ അവസാനം ഞാനൊരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. അതായത് കയ്പില്ലാതെ വെള്ളയ്ക്ക് എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ഇടുന്നതെന്നുള്ള റെസിപ്പിയാണത്. അന്നേരം അവസാനം വരെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ പോയി. അവിടെ നല്ല ടൈപ്പ് 10 മണി എനിക്ക് കിട്ടി. അവിടെ നിന്ന് ഞാൻ കുറച്ച് 10 മണി ചെടി വാങ്ങി. ഇത് ആ നഴ്സറിയിലെ പിക്ചറാണ്. അവിടെ നല്ല പീസ് ലില്ലി പ്ലാന്റ്, അങ്ങനെ കുറേ ചെടികൾ, ഒത്തിരി വെറൈറ്റി ചെടികളൊക്കെ, അതുപോലെ ജമന്തി ചെടി, അതിൻ്റെ തൈകൾ കുറേ നിൽക്കുന്ന കണ്ടു. ഇങ്ങനെ ഒത്തിരി ചെടികളുള്ള ഒരു നഴ്സറി ആയിരുന്നു. അന്നേരം അവിടെ നിന്ന് ഞാൻ ഒരു കുറച്ച് 10 മണി ചെടി വാങ്ങി. അതായത് 10 മണി ചെടിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ വാങ്ങിയത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കുറേ ചെടികൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വാങ്ങിയ 10 മണി ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും പൂക്കളൊക്കെയുള്ള നല്ല രസമായിരുന്നു കാണാൻ. ഇതാണ് ആ 10 മണി ചെടി. അതിൻ്റെ ഇലകൾക്കും ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അത് വാട്ടർ ലില്ലി, ഇതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ചെടി വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് 10 മണിയുടെ കാണാൻ ഒത്തിരി രസമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അതായത് ഏത് പോട്ട് നമ്മൾ എടുത്താലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഹോൾ ഇല്ല എങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെല്ലാം അതിൽ കെട്ടി നിന്ന് ചെടിയുടെ വേര് ചീഞ്ഞു പോവുകയും ചെടി അളിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല ഹോൾസ് ഉള്ള ചട്ടി നോക്കി വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ മണ്ണെടുക്കുമ്പോൾ നമ്മൾ സാധാരണ മണ്ണ് മാത്രം പോരാ. മണ്ണിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 60% മണ്ണും അതുപോലെ അതിൻ്റെ കൂടെ ഒരു 30% തോളം നമ്മൾ കൊക്കോപ്പിറ്റും എടുക്കുക. പിന്നെ ഒരു 10% വളം, ചാണകപ്പൊടിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും വളവും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മളെപ്പോഴും ഈ 10 മണി ചെടി നടാനായിട്ട്. കൊക്കോപ്പിറ്റ് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ലപോലെ വെള്ളം നല്ലതുപോലെ അതിന് സംഭരിച്ച് വെക്കും കൊക്കോപ്പിറ്റ്. അതാണ് കൊക്കോപ്പിറ്റ് കൂടെ ചേർക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ചെടിയുടെ വേര് വളരെ ഈസി ആയിട്ട് നല്ലപോലെ വേരോടാനും അതുവഴി ചെടി നല്ല തഴച്ചു വളരുകയും നല്ലതുപോലെ പൂക്കാനും ഒക്കെ സഹായകമാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള മണ്ണ് വേണം നമ്മൾ ചെടി നടാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 10 മണി ചെടികൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, എപ്പോഴും പൂക്കളായിട്ട് നിൽക്കും. നിങ്ങൾ ഈ 10 മണി ചെടി എപ്പോഴും നല്ല സൺലൈറ്റ് ഉള്ള ഒരു പ്രദേശത്ത് വേണം വെക്കാനായിട്ട്. ഒരിക്കലും ഷെയ്ഡിൽ കൊണ്ടുവച്ചാൽ ഇത് പൂക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഷെയ്ഡിൽ വെക്കരുത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സൈഡ് നോക്കി വേണം നമ്മൾ ഈ 10 മണി ചെടി നട്ടു വെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതേപോലെ എന്നും പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്നും പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കത്തില്ല. നമ്മൾ അതിന് കുറച്ച് കെയർ കൂടി കൊടുക്കണം. ആ കെയറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, 10 മണി ചെടിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം. അതായത് മാസത്തിലൊന്നോ 15 ദിവസത്തിലൊന്നോ നമ്മൾ വളം കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ചാണകപ്പൊടി ഉള്ളെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എല്ലുപൊടിയെ, അതുപോലെ തന്നെ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് പൂക്കും. പിന്നെ നമ്മൾ വീട്ടിൽ എടുക്കുന്ന മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുത്താൽ അത് നല്ലൊരു വളമാണ്.
പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന സവാളയുടെ സവാളയുടെ തൊലി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം നല്ലൊരു ബ്രൗൺ നിറത്തിലാവും, നല്ല ഒരു കട്ടൻ കാപ്പിയുടെ കളർ പോലെയാകും. അത് നിങ്ങൾ ഇരട്ടി വെള്ളത്തിലെടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഒഴിച്ചു കൊടുക്കുക. വേറെ ഒരു വളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഇത് 15 ദിവസത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ പൂക്കും. പിന്നെ ചെയ്യേണ്ട മാസത്തിൽ 1 ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്താൽ മാത്രമേ ചെടി പുതിയ തളിർപ്പ് വന്ന് പുതിയതായിട്ട് പുതിയ മൊട്ട് വന്ന് പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട. അതുപോലെ വെള്ളം ഒഴിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഓവർ വാട്ടറിങ് ഈ ഒരു 10 മണിക്ക് പറ്റത്തില്ല. ഈ മോസ് റോസ്, ടേബിൾ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് അളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ഇലയിലും ഒക്കെ വെള്ളം അതിന് ശേഖരിച്ച് വെക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് നമ്മുടെ സക്യുലൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് തന്നെ പറയാം ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലതുപോലെ വെള്ളം ശേഖരിച്ചു. അതുകൊണ്ട് എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിന് കുറച്ചൊക്കെ വെള്ളം ഇല്ലാതെ സർവൈവ് ചെയ്യാം. കണ്ടോ, ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല ബുഷിയായിട്ട് പൂത്ത് നിൽക്കും. അത് കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കിയാൽ മാത്രമേ പൂ വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ. വെള്ളം ഒഴിക്കാൻ നേരം ഇതേപോലെ നമ്മൾ കൈയും കൊണ്ട് ജസ്റ്റ് ആ മണ്ണിലൊന്ന് തൊട്ട് നോക്കുക. മണ്ണ് നല്ല കംപ്ലീറ്റ് ഡ്രൈ ആയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ഒരുപാടായാലും ചെടി ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ മോസ് റോസ് പോലുള്ള ചെടികൾക്ക് പറ്റിയ നല്ലൊരു ബയോഡയറ്റ്, നല്ലൊരു വളമാണിത്. ഇത് എല്ലാ തരത്തിലുള്ള ഗാർഡൻ പ്ലാന്റ്സിനും പറ്റിയ ഒരു വളമാണ് കേട്ടോ. ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂക്കും. ഈവൻ റോസ വരെയും ഞാൻ ഈ വളം ഇട്ട് കൊടുത്ത് നല്ലപോലെ പൂത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ 10 മണി ചെടിക്ക് നല്ലൊരു റിസൾട്ടാണ്. അന്നേരം ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പം ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളം ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ണൊന്ന് ഇളക്കുക. അതിൻ്റെ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക. അന്നേരം അതിന് പെട്ടെന്ന് തന്നെ ഈ വളം അബ്സോർബ് ചെയ്തെടുക്കാൻ ചെടികൾക്ക് വേരിന് സഹായിക്കും. പിന്നെ നമ്മൾ വളം ഒഴിച്ച് നല്ലതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ 10 മണി പോലുള്ള ചെടികളൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്രദേശത്ത് വേണം ഇത് വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ പുഷ്പിക്കത്തുള്ളൂ. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് പുഷ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നല്ല വെയിലുള്ള പ്രദേശം നോക്കി വേണം നമ്മൾ ഈ ചെടി തൂക്കിയിടാനും അല്ലെങ്കിൽ തറയിൽ നടാനാണെങ്കിലും അതുപോലെ ചെയ്തു കൊടുക്കുക. പിന്നെ ചാണകപ്പൊടി ഇതിന് നല്ല ബെസ്റ്റ് വളമാണ്. വേറെ ഒരു വളവും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എല്ലുപൊടിയും നല്ല വളമാണ്. ഇപ്പോൾ ചെടി നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് തന്നെ ഈ 10 മണി ചെടിയുടെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നിറച്ച് മൊട്ടുമായിട്ടാണ് ഈ ഒരു 10 മണി നിൽക്കുന്നത്. ഇതിന് ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇത് നല്ലതാണ്. മുട്ടയുടെ തോടൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതുപോലെ പൂക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസത്തിൽ 1 ഇതിനൊന്ന് കട്ട് ചെയ്തൊന്ന് ട്രിം ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല കൊലകൊലയായിട്ട് പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. പല കളറിലുള്ള 10 മണിയുണ്ട്. ചിലവരുടെ കയ്യിൽ ഒരുപാട് കളർ, നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കൂട്ടുകാർ പറഞ്ഞു അവരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടെന്ന്. ഇനി നമ്മളിത് നടന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിൻ്റെ മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളിലൊക്കെ. ഇനിയും ഇതിൻ്റെ ചെറിയ ബ്രാഞ്ചസ്, കുഞ്ഞൊരു തണ്ട് മതി നമുക്കിതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ നട്ട് കൊടുക്കുക. അതിൻ്റെ കുഞ്ഞു ബ്രാഞ്ചസ് എടുത്ത് ഇതേപോലെ ആ മണ്ണിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. നമ്മുടെ 10 മണി സെറ്റായിട്ടുണ്ട്. ഇത് ഇനി നിറയെ പൂത്ത് നല്ലതുപോലെ. പിന്നെ ഇത് നട്ട് ഉടനെ തന്നെ നമ്മൾ കൊണ്ട് വെയിലത്ത് വെക്കരുത്. നട്ട് നമ്മൾ 1 ആഴ്ച ഒന്ന് തണലത്ത് വെച്ച്
അതിന് വേരൊക്കെ വന്ന് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം കൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമേ അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരത്തുള്ളൂ. പെട്ടെന്ന് വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് വാടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഒരു ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നതിന്, ഒരു ഹാങ്ങി ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഇത് തണലത്തിരുന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെക്കത്തുള്ളൂ. നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി. പല കളേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. പല കളേഴ്സിലുള്ള ചെടികൾ നമുക്കിതുപോലെ നട്ടു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ് ഞാൻ മാങ്ങ വെള്ളക്കിടുന്നൊരു അച്ചാർ ഇട്ട് അതിൻ്റെ ആ റെസിപ്പി അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്നേരം അതേപോലെ തന്നെ നാരങ്ങ ഇടുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ നാരങ്ങ നമ്മൾ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയതാണ്. ആവി കയറ്റി ഇതിൻ്റെ ഈ തോട് കണ്ട ഒന്ന് സോഫ്റ്റായി വരണം, ഒന്ന് പൊട്ടി ഒന്ന് സോഫ്റ്റായി വരുന്ന ആ ഒരു പരുവം വരെ വേണം നമ്മൾ ഇത് ആവി കയറ്റിയെടുക്കാൻ. ഇത് നല്ലതുപോലെ ആവി കയറി അതിൻ്റെ തോട് കണ്ട പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചൂടോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കൈയൊക്കെ ബേൺ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെറുതെ 2ആയിട്ട് പൊളന്ന് ഇട്ടാലും മതി. ഇതേപോലെ 4ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് 2ആയിട്ടോ 4ആയിട്ടോ നമുക്ക് കട്ട് ചെയ്ത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ തോടൊക്കെ ഇപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് ഓൾറെഡി. ഓക്കെ, ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ളൊരു പാൻ വെക്കാം. അതിലേക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നമുക്ക് അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കടുകെണ്ണയിലൊക്കെ കുറേ ആളുകൾ അച്ചാറിടാറുണ്ട്, എങ്കിലും എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടമുള്ളത് നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ്. അന്നേരം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഓക്കെ, ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊളന്നിട്ടേ ഉള്ളൂ, അത്രയും മാത്രം മതി. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂക്കണം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില വേണം എപ്പോഴും നമ്മൾ അച്ചാറിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില ഇടണോ ഇടണ്ട എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം കണ്ടോ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്ത്. അതിനുശേഷം നല്ലൊരു പിടി കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എസ്പെഷ്യലി ഈ മാങ്ങ വെള്ളക്കിടുകയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളക്ക് ഇതേപോലെ അച്ചാറിടുകയാണെങ്കിൽ നമ്മൾ കാന്താരി മുളക് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ നാരങ്ങ അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കാന്താരി മുളക് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയാണ്. അത് കാണാനും നല്ലതാണ്, ഇടയ്ക്ക് നമ്മൾ അച്ചാറിൻ്റെ കൂട്ടത്തിൽ അതെടുത്ത് കടിച്ച് കഴിക്കാനും ഒത്തിരി നല്ലതാണ്. ഇതൊരു ഓൾഡ് റെസിപ്പിയാണ്, പഴയ കാലത്ത് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു റെസിപ്പിയാണിത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് അതുപോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർക്കുക. ഏറ്റവും അവസാനം ഉപ്പ് നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക, ഏറ്റവും അവസാനം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് കുക്കാവണം, അതായത് നാരങ്ങ ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന ആ മുളകും ഉപ്പും മഞ്ഞളും എല്ലാം ഒന്ന് നല്ലതുപോലെ പിടിച്ച് വരണം. കാന്താരി മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിന്. കാന്താരി മുളകിന് നല്ല എരിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളമല്ല, നമ്മുടെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വൈറ്റ് വിനെഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ചാറ് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ നാരങ്ങ നിങ്ങൾ കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വളരെ യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
ഓക്കെ, ഉപ്പും നല്ല എരിവും ഒക്കെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ നേരം കാന്താരി മുളക്, അതുപോലെ തന്നെ കാന്താരി മുളകിൽ വേണം ഇടാൻ, എന്നാൽ മാത്രമേ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ. പിന്നെ ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനത്തെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കൂട്ടുപെരുങ്കായം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കായത്തിൻ്റെ പൊടിയാണ്. ഇതൊരു 1-2 ടീസ്പൂണ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പൂത്തു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു വെള്ളമയം ഇല്ലാതെ വേണം എല്ലാം നമ്മളിത് ആദ്യം മുതൽ അവസാനം വരെയും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. താങ്ക് യു, ബൈ.